ഗുഡ് മോർണിംഗ്. രാവിലെ ഒന്ന് മുഖം കഴുകാൻ വേണ്ടി ഒന്ന് പൈപ്പൊക്കെ തുറന്ന് നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാൻ വേണ്ടി ബാക്ക് കഥ തുറന്നിട്ട് ടവൽ എടുക്കാൻ പോയപ്പോഴാണ് മനുഷ്യനെ പേടിപ്പിക്കാൻ ഇപ്പോൾ പേടിച്ച് ചാത്തനെ പണ്ടാറടങ്ങാൻ. ഇത് അളിയൻ അമ്മൂൻ്റെ അനിയൻ ഡെന്റൽ ഡോക്ടറാണ്. അങ്ങ് ദൂരെ എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടറായപ്പോൾ നാട്ടിലെ പയ്യന്മാരെല്ലാം കൂടി ചേർന്ന് വെച്ച ഫ്ലെക്സ് ആണിത്. ഫിഫ വേൾഡ് കപ്പ് വന്നപ്പോൾ അളിയൻ്റെ സ്ഥാനത്ത് മെസ്സി, റൊണാൾഡോ, വേറെ ഏതൊക്കെയോ ആൾക്കാർ ഇരിപ്പുണ്ട്. കോഴിക്കോട് ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോടിൻ്റെ മുകളിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് മഴവെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സൈഡിൽ കുത്തിച്ചാരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ സംസ്കാരമില്ലാത്ത കുടുംബം. അവന് കിട്ടിയ ട്രോഫികളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം. ഇതിൻ്റെ ഇടയിൽ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി മാത്രം 1-2 അമ്മൂൻ്റെതുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് കുറേ എനിക്ക് കിട്ടിയത്. പക്ഷേ സ്പൂണും പ്ലേറ്റും സോപ്പ് പൊട്ടിയാണെന്ന് മാത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ പാൽ അടുപ്പത്ത് വെച്ചു. തിളച്ച് വന്നപ്പം ഇങ്ങനെയാണ് പാല് തിളയ്ക്കണേന്നൊരു എക്സ്പ്രഷൻ ഞാൻ കിട്ടും. ഇന്ന് സേമിയയുടെ ഉപ്പുമാവായിരുന്നു. നൂഡിൽസ് കഴിക്കും പോലെയാണ് ഞാൻ ഉപ്പുമാവ് ഫുള്ള് കഴിച്ച് തീർത്തത്. ഇനി ഒരു പ്രൊമോഷൻ ആവാം. ഹോർലിക്സ് കമ്പനി ഇത് കാണുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഹോർലിക്സ് ഇറക്കി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ഇപ്പോഴാകുമ്പോൾ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്തു തരും. പിന്നീടാകുമ്പോൾ ലക്ഷങ്ങൾ എനിക്ക് തരേണ്ടി വരും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, എവൻ ഈ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കിടക്കാൻ സോഫ, തലയാണ്, തിന്നാ തൂക്കാൻ സമ്മതിക്കാതിരിക്കുക. ഒരു കാര്യം അറിയണ്ട, സമയാസമയം ഫുഡ്, ഉറക്കം, സുഖ ജീവിതം. അടുത്ത ദിവസം അമ്മൂൻ്റെ ചെക്കപ്പാണ്. അതിന് മുന്നോടിയായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നേരെ പോയത് DDRCയിലാണ്. അടുത്ത പ്രൊമോഷൻ DDRC ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തരേണ്ടത് തന്നാൽ നമുക്കൊരു ഒത്തുതീർപ്പിൽ പോകാം. അമ്മൂന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ചുമ്മാ ഒന്ന് കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടി ഞാനും കൂടെ ഒന്ന് ബ്ലഡ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, പട്ടാളക്കാർക്ക് പോലും ഇത്രയും ബോർഡർ ഡ്യൂട്ടി കിട്ടി കാണില്ല. ഞാൻ എപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്താലും ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. 200 ആയിരുന്നു, ഡയറക്റ്റ് 228 ഇതൊക്കെ കുറഞ്ഞിട്ട് എപ്പോഴാണാവോ ഞാൻ സ്ലിം ബ്യൂട്ടി ആവുന്നത്.